ഹായ്, എല്ലാവർക്കും മീനു മോഹൻ PSC ടിപ്സിലേക്ക് സ്വാഗതം. ഭരണഘടനാ നിർമ്മാണ സഭയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. മുൻ ക്ലാസ്സുകൾ എല്ലാവരും വാച്ച് ചെയ്യാത്തവർ കയറി വാച്ച് ചെയ്യുക. എക്സാമുകൾക്ക് വളരെ ഉപകാരപ്പെടുന്ന റിപ്പീറ്റ് ആയിട്ടുള്ള ചോദ്യോത്തരങ്ങളാണ് ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും കൃത്യമായിട്ട് ചാനൽ വാച്ച് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് മുന്നോട്ട് വരിക. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ പറഞ്ഞു നിർത്തിയത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനും സംസ്ഥാന രൂപീകരണത്തെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും അവസാനമായിട്ട് രൂപം കൊണ്ടത് തെലങ്കാനയാണ് രൂപം കൊണ്ടത്. തെലങ്കാന 29ാമത്തെ സംസ്ഥാനമാണ്. 2014 ജൂൺ 2-ാം തീയതിയാണ് തെലങ്കാന രൂപം കൊണ്ടത്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി. അതിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ ആരെല്ലാമാണ്? സർദാർ KM പണിക്കർ, HN കുൻസ്രു. സർദാർ KM പണിക്കർ, HN കുൻസ്രു ആണ് മറ്റ് അംഗങ്ങൾ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നത് 1953. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നത് 1953. സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് 1956. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടന നടന്നതെന്നാണ് 1956. ഈ വർഷങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. PSCയിൽ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നടന്നതെന്നാണ് 1956. 1956 നവംബർ 1 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. 1956 ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നടന്നത്. അന്ന് നവംബർ 1-ാം തീയതി 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോഴുണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 565 നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയിൽ 565 നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച 3 പ്രധാനപ്പെട്ട നാട്ടുരാജ്യങ്ങളാണ് ഹൈദരാബാദ്, ജുനഗഡ്, ജമ്മു കാശ്മീർ. ഹൈദരാബാദ്, ജുനഗഡ്, ജമ്മു കാശ്മീർ എന്നീ 3 നാട്ടുരാജ്യങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ചേരാനായിട്ട് വിസമ്മതിച്ചു. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്ത ഓപ്പറേഷനെയാണ് ഓപ്പറേഷൻ പോളോ എന്നറിയപ്പെടുന്നത്. 1948 1948 ഓപ്പറേഷൻ പോളോ. അതുവഴി ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്തു. ജനഹിത പരിശോധന വഴിയാണ് ഇന്ത്യൻ യൂണിയനിൽ ചേർന്നതാണ് ജുനഗഡ്. അപ്പോൾ ജുനഗഡ് എങ്ങനെയാണ് ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർന്നത്? ജനഹിത പരിശോധന വഴി. അതായത് ജനങ്ങൾക്ക് കൂടുതൽ താല്പര്യം ഇന്ത്യൻ യൂണിയനിൽ ചേരുക എന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ജനങ്ങളുടെ ഇഷ്ടപ്രകാരം ജുനഗഡിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്തു. അടുത്തത് ജമ്മു കാശ്മീർ. കാശ്മീരിലെ രാജാവ് ഒരു കാരണവശാലും ഇന്ത്യൻ യൂണിയനിൽ ചേരാനായിട്ട് തയ്യാറായിരുന്നില്ല. പക്ഷേ വിദേശ ആക്രമണം ഉണ്ടായപ്പോൾ അദ്ദേഹം ഇന്ത്യൻ യൂണിയനുമായിട്ട് സഹായം തേടുന്നു. ഇന്ത്യൻ യൂണിയനിൽ ഇന്ത്യയോട് സഹായം തേടുന്നു. ഇന്ത്യൻ യൂണിയനുമായിട്ട് ഇന്ത്യൻ യൂണിയനിൽ ചേരുകയാണ് എങ്കിൽ സഹായിക്കാമെന്നുള്ളതിൻ്റെ പേരിൽ അങ്ങനെ വിദേശ ആക്രമണത്തെ ഭയന്നാണ് ജമ്മു കാശ്മീർ ഭരണഘടനയിലേക്ക് ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടത്. കാശ്മീരിന് വിദേശ ആക്രമണം നേരിടേണ്ടി വന്നു. പരാജയം സംഭവിക്കുന്ന പേടിച്ച് രാജാവ് സ്വയം ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർന്നു. നാട്ടുരാജ്യങ്ങളെ ഏകീകരിപ്പിച്ച് ഇന്ത്യൻ യൂണിയനിൽ സ്ഥാപിക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി. അതായത് നാട്ടുരാജ്യങ്ങളെ ഏകീകരിച്ച് ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതിന് മുൻകൈയെടുത്ത വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പോൾ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം വഴി ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച ആരെന്നൊരു ചോദ്യം വന്നാൽ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് മുൻകൈ എടുത്ത ആരാണ് ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനായിട്ട്? സർദാർ വല്ലഭായ് പട്ടേലാണ്. നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിന് രൂപീകരിച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റിന് തലവനായിരുന്ന മലയാളി ആരാണ്? VP മേനോൻ. 2 ചോദ്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ചെറിയൊരു വ്യത്യാസത്തിൽ സർദാർ വല്ലഭായ് പട്ടേലാണോ അതോ VP മേനോൻ ആണോ എന്നുള്ളത് നമുക്ക് തിരിഞ്ഞു പോകാം. നാട്ടുരാജ്യങ്ങളെ ഏകീകരിച്ച് ഇന്ത്യൻ യൂണിയനിൽ സ്ഥാപിക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിന് രൂപീകരിച്ച ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റിൻ്റെ തലവനായിരുന്ന മലയാളി. നാട്ടുരാജ്യങ്ങളുടെ ഏകീകരിക്കുന്നതിന് രൂപീകരിച്ച ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റിന്റെ തലവനായിരുന്ന മലയാളിയാണ് VP മേനോൻ.
അടുത്ത ആർട്ടിക്കിൾ നമ്മൾ 5 മുതൽ 11 വരെയാണ് നോക്കുന്നത്. ആർട്ടിക്കിൾ 5 to 11. ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ. 5 മുതൽ 11 വരെയാണ് ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം ഏതാണ്? ഏക പൗരത്വമാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം ഏക പൗരത്വം. ഭരണഘടനയുടെ ഭാഗം 2 പൗരത്വത്തെക്കുറിച്ച് പറയുന്നു. അതായത് ഭരണഘടനയെക്കുറിച്ച് പറയുന്ന പാർട്ട് ഏതാണ്? പാർട്ട് 2 പറയുന്നത്. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടൻ. അതായത് ഏക പൗരത്വം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഇന്ത്യ ഭരണഘടനയിൽ ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 1955. ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെന്റിൽ പാസാക്കിയത് 1955. ഇന്ത്യൻ പൗരത്വമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ലോകസഭയിൽ ഇലക്ഷനിലും നിയമസഭ ഇലക്ഷനിലും വോട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം ആർക്കുമാണ് ഇന്ത്യൻ ഒരു ഇലക്ഷനിലും നിയമസഭയിലേക്കും വോട്ട് ചെയ്യാൻ അവകാശമുള്ളത്? ഇന്ത്യൻ പൗരത്വമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ, ഇന്ത്യൻ പൗരത്വമുള്ള വ്യക്തിക്ക് മാത്രമേ ഇലക്ഷനിലും നിയമസഭ ഇലക്ഷനിലും ലോകസഭയിലേക്കും നിയമസഭാ ഇലക്ഷനിലേക്കും നമുക്ക് പങ്കെടുക്കാൻ സാധിക്കണമെങ്കിൽ ഇന്ത്യയിൽ പൗരത്വം ഉണ്ടായിരിക്കണം. പൗരത്വത്തെ സംബന്ധിച്ച് ഇന്ത്യൻ നിയമനിർമ്മാണം നടക്കുന്നത് ഇന്ത്യൻ പാർലമെന്റിലാണ്. പൗരത്വത്തെ സംബന്ധിച്ചുള്ള നിയമനിർമ്മാണങ്ങളെല്ലാം നടക്കുന്നത് പാർലമെന്റിലാണ്. ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്ന ആശയം നിർദ്ദേശിച്ചത് ആരാണ്? LM സിംഗ്വി കമ്മിറ്റിയാണ്. LM സിംഗ്വി കമ്മിറ്റിയാണ് ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്ന ആശയത്തെക്കുറിച്ച് ചർച്ച ചെയ്ത്. ഇന്ത്യയിൽ പൗരത്വം നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് 5 രീതിയിൽ പൗരത്വം ലഭിക്കുന്നു. ഇന്ത്യയിൽ എത്ര തരത്തിലുള്ള പൗരത്വമാണ് ലഭിക്കുന്നത്? ഒരു വ്യക്തിക്ക് 5 തരത്തിലുള്ള പൗരത്വം ഇന്ത്യയിൽ ലഭിക്കുന്നു. എങ്ങനെ? ജന്മസിദ്ധമായിട്ട് ലഭിക്കുന്നു. ഒരു വ്യക്തി ജനിക്കുന്നത് വഴി ആ രാജ്യത്തെ പൗരത്വം ലഭിക്കുന്നു. പിന്തുടർച്ച വഴി, അച്ഛനും അമ്മയും ഇന്ത്യയിൽ ജനിച്ചവരാണ് എങ്കിൽ ആ പിന്തുടർച്ച അവകാശം വഴി അവർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നു. രജിസ്ട്രേഷൻ മുഖാന്തരം ലഭിക്കുന്നു. മൂന്നാമത്തേതാണ് രജിസ്ട്രേഷൻ മുഖാന്തരം ലഭിക്കുന്നത്. ആദ്യത്തേത് ജന്മസിദ്ധമായിട്ട് ലഭിക്കുന്നു. രണ്ടാമത്തേത് പിന്തുടർച്ച വഴി ലഭിക്കുന്നു. മൂന്നാമത്തേതാണ് രജിസ്ട്രേഷൻ മുഖാന്തരം ലഭിക്കുന്നത്. അതായത് ഒരു ഇന്ത്യക്കാരനായ വ്യക്തിയെ വിവാഹം കഴിച്ച് ഇവിടെ രജിസ്റ്റർ ചെയ്ത് ഇങ്ങോട്ട് മാറുവാണെങ്കിൽ, ഇന്ത്യയിലേക്ക് മാറുവാണെങ്കിൽ ആ രജിസ്ട്രേഷൻ മുഖാന്തരം നമുക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നു. ചിരകാല വാസം മൂലം, അതായത് 7 വർഷത്തിൽ കൂടുതൽ ഒരു വ്യക്തി ഒരു രാജ്യത്ത് ഇന്ത്യയിൽ താമസിക്കുകയാണെങ്കിൽ അയാൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതായിരിക്കുന്നു. അതാണ് 4മത്തേത്. 5മത്തേന്ന് പറയുമ്പം പ്രാദേശിക സംയോജനം മൂലം, അതായത് പല കാരണങ്ങൾ കൊണ്ടും പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് കൂട്ടിച്ചേർക്കപ്പെടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ പ്രദേശങ്ങൾ ആ രാജ്യത്തിന് പൗരത്വമാണ് ലഭിക്കുന്നത്. അങ്ങനെ 5 തരത്തിൽ ഇന്ത്യയിൽ പൗരത്വം ലഭിക്കുന്നു. എത്ര വിധത്തിൽ പൗരത്വം നമുക്ക് നഷ്ടപ്പെടാം? നമുക്ക് പൗരത്വം നഷ്ടപ്പെടുന്നത് പ്രധാനമായും 3 തരത്തിൽ ഇന്ത്യയിൽ പൗരത്വം. നമുക്ക് പൗരത്വം ഇന്ത്യയിൽ ലഭിക്കുന്ന 5 തരത്തിൽ ലഭിക്കുന്നു. ഇന്ത്യയിൽ പൗരത്വം നമുക്ക് 3 തരത്തിൽ നഷ്ടപ്പെടുന്നു. ഏതൊക്കെയാണ്? പരിത്യാഗം മൂലം. ഈ ഒരു പൗരത്വം നമുക്ക് ഇന്ത്യൻ പൗരത്വം വേണ്ട എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ വേണ്ടെന്ന് വെക്കുന്ന വഴി പരിത്യാഗം വഴി നമുക്ക് ആ പൗരത്വം നഷ്ടപ്പെടുന്നു. നിർത്തൽ ചെയ്യുന്ന മൂലം. രണ്ടാമത്തേത് നിർത്തൽ ചെയ്യുന്ന മൂലം. അതായത് നമ്മുടെ ചില കേസ് വകകൾ വഴി ഗവൺമെന്റ് നിങ്ങൾക്ക് ഇനി ഇന്ത്യൻ പൗരത്വം ഇല്ല എന്ന് പറഞ്ഞ് ഒരു നിയമം വരികയാണെങ്കിൽ അങ്ങനെ ഗവൺമെന്റ് വഴി നിർത്തലാക്കുകയാണെങ്കിൽ അത് നിർത്തലാക്കുന്ന വഴി. പൗരത്വം അപഹരിക്കുക. മൂന്നാമത്തേതാണ് പൗരത്വം അപഹരിക്കുക. അപഹരണം എന്ന് പറയുമ്പോൾ നമ്മുടെ പേരിലും അഡ്രസ്സിലും മറ്റൊരു വ്യക്തി കുടിയേറി താമസിക്കുക വഴി നമുക്ക് നമ്മുടെ പൗരത്വം നഷ്ടപ്പെടുന്നു. ഒരു വിദേശി എത്ര വർഷം ഇന്ത്യയിൽ താമസിച്ച് രജിസ്ട്രേഷൻ വഴി ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്ന? 7 വർഷം ഇന്ത്യയിൽ സ്ഥിരമായി താമസിക്കുന്ന ഒരു വ്യക്തിക്കാണ് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നത്. ഒരു ഇന്ത്യൻ പൗരന് ഏതെങ്കിലും വിദേശ രാജ്യത്തിൻ്റെ പാസ്പോർട്ട് സമ്പാദിക്കുകയാണെങ്കിൽ അയാൾക്ക് ഇന്ത്യൻ പൗരത്വം ഇല്ലാതാകുന്നു. അതായത് ഒരു വ്യക്തിക്ക് നിർത്തലാക്കാം. അതായത് നിർത്തലാക്കാം എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ വരുന്നതുമാണിത്. അതായത് നമുക്ക് ഇന്ത്യയിലെ ഒരു പൗരന് വിദേശ രാജ്യത്തിൻ്റെ പൗരത്വം ലഭിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇന്ത്യൻ പൗരത്വം അയാൾക്ക് നഷ്ടപ്പെടാം. പൗരത്വത്തെ സംബന്ധിച്ച നിയമങ്ങൾ പാസ്സാക്കുന്നതിനുള്ള അധികാരമുള്ളത് ആർക്കാണ്? പാർലമെന്റിലാണ് പൗരത്വത്തെ സംബന്ധിക്കുന്നത്. ഇന്ത്യൻ പൗരത്വ നിയമം എന്നാണ് 1955 ഒരു വ്യക്തിയുടെ
ഇന്ത്യൻ പൗരത്വം റദ്ദ് ചെയ്യാനുള്ള അവകാശമുള്ളത് ഇന്ത്യൻ ഗവൺമെന്റിനാണ്. നമ്മുടെ ഇന്ത്യൻ പൗരത്വം ആർക്കാണ് റദ്ദ് ചെയ്യാനുള്ള അവകാശമുള്ളത്? ഇന്ത്യൻ ഗവൺമെന്റിനാണ് അവകാശമുള്ളത്. വിദേശികൾക്ക് ഇന്ത്യൻ പൗരത്വം നേടിക്കൊടുക്കുന്നതിനുള്ള മാർഗങ്ങൾ വിശദീകരിക്കുന്നത് എവിടെയാണ്? 1955 ഇന്ത്യൻ പൗരത്വ നിയമത്തിലൂടെയാണ് പറയുന്നത്. അപ്പോൾ വിദേശികൾക്ക് ഇന്ത്യൻ പൗരത്വം നേടുന്നതിനുള്ള മാർഗങ്ങൾ വിശദീകരിക്കുന്നത് 1955 ഇന്ത്യൻ പൗരത്വ നിയമപ്രകാരമാണ്. നമുക്ക് പുതിയൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.